കരിമരുന്നാണോ നിറച്ചത്? ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ മാജിക് ഹാക്സ് പാർട്ട് 2. അപ്പൊ മാജിക് ഹാക്സ് പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുവെക്കാം. നല്ല അടിപൊളി കിഡിലൻ ഹാക്സ് ആയിരുന്നു. പിന്നെ എന്താ പറയാനുള്ളത്, അപ്പോൾ നമ്മൾ 40K അറ്റൈൻ ചെയ്തേക്കാൻ നമ്മുടെ ഫാമിലി. അപ്പോൾ ഒരുപാട് സന്തോഷമുള്ള ദിവസമാണെന്ന്. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നമ്മുടെ ലിറ്റിൽ ഹാർട്സിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. തുടർന്ന് നമ്മുടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ എന്താ പറയാനുള്ളത്, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. അപ്പൊ ഇനി അധികം സമയം കളയേണ്ട, വേഗം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു മാജിക് ആണ്. അപ്പൊ ഈ മാജിക്കിൽ ഇവർ കാണിക്കുന്നത് ഒരു ഗ്ലാസ് എടുത്തേക്കാണ്. ആ ഗ്ലാസ്സിലേക്ക് ആദ്യം ഒരു വെള്ളം ഒഴിക്കും. അതിനുശേഷം ഒരു പെൻസിൽ എടുത്തിട്ട് അതിങ്ങനെ കുത്തി കയറ്റിയതിനു ശേഷം ആ പെൻസിൽ വലിച്ചു വരുമ്പോൾ അതിൽ നിന്ന് വെള്ളമൊന്നും പോണില്ല. ഇതാണ് നമ്മുടെ മാജിക്. അപ്പൊ ഈ ഒരു മാജിക് നമുക്ക് പോകട്ടോ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കാൻ പോവാണ്. നമ്മൾ ചെല്ലാൻ പോണ മന്ത്രം അബ്രാക്കഡബ്രയാണ്. അതാണ് ഏറ്റവും വലിയ അടിപൊളിയായിട്ടുള്ള മന്ത്രം. അപ്പൊ നമ്മൾ ചെല്ലാൻ പോവാണ്. ഇതിലേക്ക് കുത്തി കയറ്റാൻ പോവാണ് നമ്മൾ ഈ പെൻസില്. അബ്രാക്കഡബ്ര അബ്രാക്കഡബ്ര അബ്രാക്കഡബ്ര. ഇത് നമ്മുടെ പെൻസില് നമ്മള് സക്സസ്ഫുൾ ആയി കയറ്റിയേക്കാണ്. ഇനി നമ്മളിത് വലിച്ചു വരാൻ പോവാണ്. അപ്പൊ നമ്മുടെ ഗ്ലാസ്സിൽ നിന്ന് വെള്ളമൊന്നും പോണില്ല. പറയാം, നമ്മളിതിൽ വെള്ളം ഒഴിച്ചതാണ്. അപ്പൊ സക്സസ്ഫുൾ മാജിക് ട്രിക്ക് ആണ് കേട്ടോ. അത് അടിപൊളി കിടിലൻ ട്രിക്കാണ്. അപ്പൊ നമുക്കിനി ഇതിന്റെ ട്രിക്കിലേക്ക് പോകാം. അപ്പൊ ഇതിന്റെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മളിത് ചെറിയൊരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു പാത്രം വെച്ചേക്കാണ്. നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ ഗ്ലാസ്സിലേക്ക് അതായത് വെക്കാം. അതിനുശേഷം നമ്മൾ ഇതിൽ ഓൾറെഡി ഓട്ടിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, അവിടെ ഒരു ഓട്ട പെൻസിൽ വെച്ചൊരു കുത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ പെൻസിൽ ഇങ്ങനെ കുത്തി ഇറക്കാണ്. കുത്തി കയറ്റുമ്പോൾ ആ പാത്രത്തിന്റെ സൈഡിൽ കൂടെയാണ് പെൻസിൽ പോണത്. അപ്പൊ എന്താ വെച്ചാൽ വെള്ളം പാത്രത്തിലായ കാരണം ഇത് പുറത്തേക്ക് പോയില്ല. അതിന് ശേഷം നമ്മൾ ഇത് എടുക്കുമ്പോൾ അത് സേഫ് ആയിട്ടിരിക്കണം. ഇതാണ് ഇതിന്റെ മാജിക് ട്രിക്ക്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്കും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തോക്കാം. നമുക്ക് 10 ൽ 10 മാർക്ക് സക്സസ്ഫുൾ ട്രിക്കാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ ഈ ഗ്ലാസ് കാണാൻ നോക്കണം. അത്ര അതിന് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള എന്തെങ്കിലും എടുക്കണം. ഏറ്റവും അടിപൊളി. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തോക്കാം. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഹാക്ക് പോവാം. നെക്സ്റ്റ് ഹാക്ക് നമുക്കൊരു കിടിലൻ ഹാക്കാണ്. അപ്പൊ ഇത് നമുക്ക് ഒരുമിച്ച് ചെയ്തോക്കാം. അപ്പൊ ഈ ഒരു ട്രിക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാ ഒരു വട്ടം കൂടെ നമ്മൾ കാണിക്കാൻ പോവാണ്. കുറെ പേരെ കൈ കുടുങ്ങി പോയിട്ടാവും, കുറെ പേരെ കൈ ശരിക്കും വന്നിട്ടുണ്ടാവും. അപ്പൊ ഈ ട്രിക്ക് എങ്ങനെയാണ് നമ്മൾ ഒരു വട്ടം കൂടി പറഞ്ഞുതരാൻ പോവാണ്. 1 2. അപ്പൊ ഈ ട്രിക്ക് വളരെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോകാം. നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയുക ഭീകരമായ ഒരു മാജിക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ തീ വെച്ചിട്ടുള്ള ഒരു കളിയാണ്. അപ്പൊ ആദ്യം ഒരു മെഴുകുതിരി കത്തിക്കാണ്. അപ്പൊ കത്തിക്കുമ്പോ അത് കെട്ടുപോവാണ്. പക്ഷെ അവര് ഇങ്ങനെ ഒരു മന്ത്രം ചൊല്ലുമ്പോ സെയിം തീപ്പെട്ടി കൊള്ളി കൊണ്ട് തന്നെ വീണ്ടും ഒരു കത്തിക്കാണ്. അപ്പൊ മെഴുകുതിരി വീണ്ടും കത്താണ്. അപ്പൊ ഒരു ഹാക്ക് പോക്കോട്ടോ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ നമ്മുടെ മെഴുകുതിരി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കത്തിക്കാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. നമ്മുടെ മെഴുകുതിരി കത്തി കെട്ടില്ല. അപ്പം കൂടി കെട്ടും. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേ മെഴുകുതിരി ഇതേ തീപ്പെട്ടി കൊള്ളി കൊണ്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കത്തിക്കാൻ പോകണം. അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു മന്ത്രം ചെല്ലേണ്ടതാണ്. വീണ്ടും നമ്മൾ അതേ തീപ്പെട്ടി കൊള്ളി കൊണ്ട് തന്നെ വീണ്ടും നമ്മൾ കത്തിക്കാൻ പോകണം. എന്നാലും നമ്മൾ പ്രാർത്ഥിച്ചിരിക്കുക. ഇപ്പോഴാണ് നീ ശരിക്കും ശശിയായത്. പക്ഷെ നമ്മുടെ തീപ്പെട്ടി കൊള്ളി കത്തി, അതായത് നമ്മുടെ മാജിക്. അപ്പൊ നമ്മുടെ ഈ മാജിക് സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ വിജയിച്ചേക്കണം. അപ്പൊ ഈ ഒരു മന്ത്രം ചൊല്ലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുഖമായിട്ട് നമ്മുടെ മെഴുകുതിരി എന്താ പറയുക, ഇപ്പൊ ഒരു വട്ടം കത്തിച്ചിട്ട് കത്തിയില്ലെങ്കിലും രണ്ടാമത്തെ വട്ടം നമുക്ക് വീണ്ടും അബ്രാക്കഡബ്ര ഒരു 3-4 വട്ടം ചെല്ലിയതിനു ശേഷം കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സ് വളരെ കോൺസെൻട്രേറ്റ് ചെയ്യണം കേട്ടോ. ഫോക്കസ് ചെയ്തിട്ട് നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്തതിനു ശേഷം ഇത് കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇത് കത്തും. അതാണ് നമ്മുടെ മാജിക്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇതിന്റെ ട്രിക്കിലേക്ക് പോകാം.
അപ്പൊ ഈ ഒരു ട്രിക്കിൽ നമ്മൾ ഫോക്കസ് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ തീപ്പെട്ടിക്കൊള്ളി ഇങ്ങോട്ട് എടുക്കുക, രണ്ടെണ്ണം എടുക്കുക. അതിനുശേഷം ഒരെണ്ണത്തിൽ നമ്മൾ ബ്ലാക്ക് പെയിന്റ് കൊണ്ട് ഇതിൽ അടിച്ചു കൊടുക്കുക. ഞാൻ ഒരു ബ്ലാക്ക് മാർക്കർ വെച്ച് ഇത് ബ്ലാക്ക് ആക്കി കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതിന് ചുറ്റും ഒരു സെലോ ടൈപ്പ് വെച്ച് അങ്ങോട്ട് ചുറ്റുക. അപ്പൊ രണ്ടാളുകൾ ഒരുമിച്ചിരുന്നു. അതിനുശേഷം നമ്മൾ ഇത് ഈ ഒരു കയ്യിൽ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇത് കത്തിക്കുമ്പോൾ എന്തായി, നമ്മുടെ തീപ്പെട്ടിക്കൊള്ളി നമ്മൾ ഇങ്ങനെ വെച്ച് കത്തിച്ച് മെഴുതിരി കത്തിച്ചതിന് ശേഷം ഇത് കെട്ടി കഴിയുമ്പോൾ ഒരു ഇത്തിരി നേരം വർത്താനം പറഞ്ഞ് കളയുക, അല്ലെങ്കിൽ ഇത് തിരിച്ച് പിടിക്കുമ്പോൾ നമ്മുടെ കൈ പൊടും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ തിരിക്കണതിൻ്റെ ഒപ്പം എന്ത് ചെയ്യണം, തിരിക്കണതിൻ്റെ ഒപ്പം എന്ത് ചെയ്യണം, ഇങ്ങനെ നമ്മളിങ്ങനെ കുടയണം. അബ്രാക്കടബ്ര ചെല്ലുന്നതിൻ്റെ ഒപ്പം ഇങ്ങനെ തിരിക്കണം. അപ്പോൾ ഇതിങ്ങനെ തിരിഞ്ഞ് വരുമ്പോൾ ഈ ബ്ലാക്ക് പെയിന്റ് അടിച്ചിട്ടുള്ള നമ്മുടെ തീപ്പെട്ടിക്കൊള്ളി മുകളിലേക്ക് വരും. അത് വെച്ചിട്ട് നമ്മൾ വീണ്ടും അബ്രാക്കടബ്ര എന്ന് വെച്ചിട്ട് വീണ്ടും അടിച്ച വഴിക്ക് എന്തുണ്ടായി, നമ്മുടെ തീപ്പെട്ടിക്കൊള്ളി കത്തി. അപ്പോൾ പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിരിക്കുമ്പോൾ ഞാൻ നേരത്തെ ചെയ്ത അതേ സ്റ്റൈലിൽ തന്നെ ചെയ്യുക, ഇത് കാണാൻ പാടില്ല. അതുപോലെ വളരെ ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത ടൈമിൽ നമ്മൾ ചെയ്ത് ചെല്ലും, കാണുന്നവരെല്ലാവരും വിശ്വസിച്ചു. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? സക്സസ്ഫുൾ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഹീറോ ആവാനും അടിപൊളിയായിട്ട് നമ്മളൊന്ന് ഷൈൻ ചെയ്യാൻ സൂപ്പർ ഒരു ചാൻസാണ്. അപ്പോൾ ആരും വേസ്റ്റ് ചെയ്ത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഹാക്കിൽ പോകാം. നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് ഒരു കിടിലൻ ഹാക്കാണ്. അപ്പോൾ മിക്കതും ഈ ഒരു ഹാക്ക് കണ്ടു കഴിഞ്ഞാൽ മിക്കതും നമ്മുടെ മോദി വന്നിട്ട് തന്നെ RBIയിലേക്ക് കൊണ്ടുപോകാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ കയ്യിൽ പിടിച്ച് ഇങ്ങനെ കത്തിക്കുകയാണ്. കത്തിച്ചിട്ട് ഇങ്ങനെ അബ്രാക്കഡബ്ര ചെല്ലുന്ന വഴിക്ക് ഒരു അടിപൊളി നോട്ട്, നമ്മൾ ഏത് നോട്ടാണ് നമുക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ ആ ഒരു കറൻസി നമ്മുടെ കയ്യിലേക്ക് വരേണ്ടതാണ് നമ്മുടെ മാജിക്. അപ്പൊ ഈ ഒരു ട്രിക്ക് നമുക്ക് വർക്ക്ഔട്ട് ആവുമെന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ നമ്മള് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മള് ടിഷ്യൂ പേപ്പർ പോകണം. അപ്പൊ ഇടത് കൈയോട് കത്തുമെന്ന് എനിക്കറിയില്ല, എന്നാലും എക്സ്പെർട്ട് ആയി ട്രൈ ചെയ്തേക്കാം. അപ്പൊ നമ്മള് കത്തിക്കാൻ പോവാണ്. നമ്മുടെ ടിഷ്യൂ പേപ്പർ എല്ലാവരും എങ്ങനെയുണ്ട് മാജിക്? മാജിക് വളരെ ഭയങ്കര ഭീകരമായ മാജിക്കാണ്. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ട ഒരു 100 റുപ്പീസ് നോട്ടാണ് നമുക്ക് കിട്ടിയത്. ഞാനത് 500 ആണ് ആഗ്രഹിച്ചിട്ടുണ്ടായത്. പക്ഷെ നമ്മൾ ചെയ്തത് കറക്റ്റ് ആവാത്തതുകൊണ്ട് ആ ഒരു തിക്കുന്നതിൽ നമുക്ക് 100 കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 1000 ആണ് 500 ആണ് ആഗ്രഹിക്കുന്നത് വെച്ചാൽ അത് തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത്. വേണമെങ്കിൽ നമുക്ക് ഒരുപാട് കൂടി ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ എല്ലാവരും സംസാരിക്കരുത്, കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. ഒരുപാട് ട്രൈ ചെയ്ത് നോക്കാം. ഈ ടിഷ്യൂ പേപ്പർ ഇതേ കത്തിക്കാൻ പോവാണ് കേട്ടോ. എനിക്ക് നല്ല പേടിയുണ്ട്. ഇവര് ഒരു പുതപ്പ് അല്ലെങ്കിൽ ഒരു തുണി മേത്തിട്ടിട്ട് ഇങ്ങനെ നിൽക്കണം. അതിനുശേഷം മന്ത്രം ചെല്ലാണ്. അബ്രാക്കഡബ്ര അബ്രാക്കഡബ്ര എന്ന് മന്ത്രം ചെല്ലുമ്പോൾ ഇവരിങ്ങനെ എയറിൽ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കാണ്. അപ്പൊ എന്താ പറയാ, കണ്ടപ്പോ എനിക്ക് ശരിക്കും പേടി തോന്നി. എങ്ങാനും നമ്മുടെ മന്ത്രം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് കൈകാലൊടിയ സാധ്യതയുണ്ട്. വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ട്രിക്കാണ്. അപ്പൊ ഒരു ഹാക്ക് വർക്കൗട്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം.
40K ആവാറായി നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ നെയിംസ് തരാൻ പറഞ്ഞിട്ട് വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ തന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ പേര് നമ്മൾ എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പൊ അവരുടെ പേരാണ് നമ്മൾ വായിക്കാൻ പോണത്. ബിന്ദു, ഷിബു, അൽഫോൺസ, പ്രിസ്ക, റിയ ഫാത്തിമ, അമ്മയ, ധനുശ്രീ, കൃഷ്ണേന്ദു, പാർവതി, ജയകുമാർ, ശ്രേയ, അനിൽ, ആർദ്ര, കൃഷ്ണനന്ദ, ജോബിത, അസിൻ, ഫ്ലോറിയ, റൊസാരിയൻ, ശിവാനി, ദിയ, മയൂഖ, ജയലക്ഷ്മി, അപർണ, ജെസ്സി, കല്യാണി, ശ്രവണ, ആര്യ, ബിദ, അച്ചു, ആകാശ്, ലൈക്ക, ഫാത്തിമ, ജസിം, ജസിന, ഇഷാൽ, അർച്ചന, നിഹാല, അഫിയ, ഐഷ, അഭിനവ്, അഹാന, അലീന, ഇൻഷ, ഗ്രീഷ്മ, സിബിക്ഷ, മെഹ്ന, വിഷ്ണുപ്രിയ, അഷിന, അക്കിഫ, അനഘ, ബീന, ബെന്ന, ഫെമി, ജാക്ലിൻ, ഫിദ, ഹിബ, ഫാത്തിമ, പാർവതി, ജിമ, അഞ്ജന, കാർത്തിക, ഋതു, പൗർണ, അന്ന, മരിയ, പായൽ, ജൂഡി, ആതിര, ജെയിൻ, നക്ഷത്ര, ശ്രീലക്ഷ്മി, വൈഗ, സ്നിയ, അമ്മു, നിവേദ്യ, ഫാത്തിമ, ശാന്തി, ദിയ, ഗൗരി, സന, നന്ദന, രസ്ന, സാനിയ, ആഗ്ന, ഹന്ന, ദേവന, ശ്രാവണി, കീർത്തന, ശ്രേയ, ഋതു, അഷ്ന, അലെൻസ, മാളവിക, നുഴ, ദേവികൃഷ്ണ, ജ്യോതിലക്ഷ്മി, അളകനന്ദ, അലൻ, ഇഷാന, ആൻ എലിസബത്ത്, പാറു, ആരു, ദേവൂസ്, വൈറ്റി വ്ളോഗ്, ലിബി, ആഞ്ചലീന, കെനത്ത്, ക്രാഫ്റ്റ് ബൈ ശ്രുതി, ആര്യ, ജെനിഫർ, ഗിൽന, ജാസ്മിൻ, അഡോണിയ, ഫസാന, മാളുട്ടി, നിച്ചു, നിഹാരിക, വിജയാനൻ, ലക്ഷ്മി, ഷെൻസ, കൃഷ്ണനന്ദന, ശിവനന്ദിനി, സിയോണ, അനന്യ, അനാമിക, റിയ, ശ്രീ പാർവതി, ശ്രേയ, സന, നിൽഷ, ഫിർഷ, എം ഡി ക്രിയേറ്റേഴ്സ്, ഹിബ, പ്രവീണ, ഋതു, നന്ദ, ഗൗരി, നന്ദ, പൊന്നു, വിസ്മയ, ശിവാനി, ദിയ, കൃപ, സൽന, അനന്യ, അസ, സെറ, ഋതിക, ദേവിക, കല്യാണി, നിവേദിത, സ്റ്റീന, അക്ഷയ, ദൃശ്യ, ആര്യലക്ഷ്മി, ശ്രുതി, അൽവിയ, ഐശ്വര്യ, റൈസ, റിച്ച, കൃഷ്ണപ്രിയ, ഏഞ്ചൽ, ഫ്ലോറിയ, റൊസാരിയൻ, ഹൃതിക, സുൽത്താന, മിൻഷ, ദേവു, പൂനം, ഷിഫ, അലക്സ, അവണി, മാധവ്, ദേവനന്ദ, തീർത്ഥ, സമൃദ്ധ, ഫാത്തിമ, സഫ, മാർവ, റിയ, ഗായത്രി, ലിയ, വിസ്മയ. അപ്പോൾ ഒരുപാട് പേരുടെ പേര് നമ്മളിപ്പോൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സന്തോഷം വിചാരിക്കണം. അപ്പോൾ ഇനിയും കുറേ പേരുടെ പേര് നമ്മൾ വായിക്കാത്തതുണ്ട്. അവരൊക്കെ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഒരു ഇതിൽ വരുമ്പോൾ വായിക്കേണ്ടതായിരിക്കും. കാരണം ഇത് തന്നെ ഇപ്പോൾ കുറേ പേരുടെ പേര് നമ്മൾ വായിച്ചു. ഇത് ഇങ്ങനെ എഴുതിയെടുത്ത് വായിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാലും നിങ്ങൾ കണ്ടത് ഞാൻ കുറേ പേരുടെ പേര് എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ 40Kയിൽ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് 50Kയിലാണ് നമ്മൾ നെക്സ്റ്റ് ലൈവ് വരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ അടിപൊളി കിട്ടിലും കമന്റ്സ് ഉണ്ടെങ്കിൽ അയക്കാൻ മറക്കരുത്. അപ്പം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് കമന്റ് സെഷനിൽ വായിക്കുന്നതായിരിക്കും. പിന്നെന്താ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യം ഇടണം കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാവുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് നമ്മൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.